ഈശ്വർ ഈ കളക്ടർ അനുമതി നിഷേധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരോട് ചോദിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. തരത്തിൽ ഇറങ്ങാൻ തയ്യാറായി തന്നെയാണോ നിൽക്കുന്നത്? എന്താണ് അവസ്ഥ? അതല്ല, നമ്മൾ സ്ഥലീയർ സ്കൂബ ഡൈവറായിട്ട് പെർമിഷൻ വേണം. അപ്പോൾ ഈ സ്ഥലത്തിൽ വന്ന് ഇപ്പോൾ ആറ് ഇറങ്ങിയ സമയത്തിൽ നമ്മളെ സംയോജിച്ചത്തിൽ ഞങ്ങൾ പോകുന്നുണ്ട് പെർമിഷൻ ആവുന്നു. അതിൽ നിന്ന് പെർമിഷൻ ആക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എങ്ങനെയുള്ള പരിശോധനയാണ് ഇന്ന് നടത്താൻ തീരുമാനിച്ചത്? കാരണം ഇന്നലെ പരിശോധന നടത്തി, പക്ഷേ വലിയ ഈ സ്റ്റീൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഏത് തരത്തിലുള്ള പരിശോധനയായിരിക്കും നടക്കുക? ഇന്നലെ കീഴെ പോയ സമയത്തിൽ ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതിൽ മರದ ദിമ്മി, പിന്നെ കമ്പി, പിന്നെ ഈ ഹോട്ടലിൻ്റെ മേൽഭാഗത്തിലെ ഷീറ്റ് ഒത്തിരി ഇരുന്നതിൽ. അതല്ലാതെ പിന്നെ സ്റ്റേ വയറുണ്ടല്ലേ, ഇത് കറണ്ടിൻ്റെ ആ സ്റ്റേ വയറുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ അത് സ്റ്റേ വയറുണ്ട്. ഇപ്പം നാലാമത്തെ പോയിന്റിൽ നമ്മളിപ്പോൾ പോയിട്ട് നോക്കും. എങ്ങനെയുള്ള പരിശോധന, എത്ര തവണ താഴെ പോകാനാവും എന്നുള്ളത്? ഇന്നൊന്ന് 60 അടി കീഴെ പോയിട്ട് നോക്കണം. 60 ഫീറ്റ് എന്നാൽ ഒരുപാട് ഡെത്ത് ആയിട്ടുണ്ട് ആ இடத்துல. ആ സമയത്ത് നമ്മൾ ഇന്ന് എൻ്റെ പണ്ട് ഒരു ടീം ഡൈവർ വരും. ഇപ്പോൾ 2 ഡൈവറായിട്ട് കീഴെ ഇറങ്ങും. അപ്പോൾ ಸ್ವಲ್ಪ അവിടെ പോയിട്ട് നോക്കാൻ സുഖമാവും. അതിനൊപ്പം ഇന്നും അതിശക്തമായ അടിയൊഴുക്കുണ്ട്, അതോടൊപ്പം കാഴ്ച പ്രശ്നമാണ്. അപ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാനായിരിക്കും? അതേ നോക്കുന്നു. കീഴെ പോയിട്ട് ഞങ്ങൾ നേരത്തെ പോയിട്ട് ഇപ്പോൾ വണ്ടി ഉണ്ടോ നോക്കും. ഇപ്പോൾ വണ്ടി കാണിച്ചെങ്കിൽ ദിമ്പി ഇല്ല വണ്ടി ഉണ്ടെങ്കിൽ നോക്കിയിട്ട് മേലെ എടുക്കുന്ന ഒരു ഇതാക്കും. അതെങ്ങനെയായിരിക്കും പരിശോധന നടക്കുക? പർശനെ കയ്യിൽ നോക്കിയിട്ട് കമ്പി കുത്തിയ ഒന്നും അറിയത്തില്ല. നമ്മൾ കയ്യിലെ പോയിട്ട് നോക്കി ഇത് വണ്ടി ഇത് കമ്പി എന്നാൽ അവിടെ പോയിട്ട് എന്നാൽ ഒന്ന് കാണാൻ വയ്യ. അവിടെ അത്ര കഗ്ഗത്തല ഉണ്ട്. അത് ഈ 4 ഏരിയയിലേക്ക് മാത്രമായിരിക്കും, ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആ പുഴയുടെ നടുക്കുള്ള ഭാഗത്ത് മാത്രമായിരിക്കും ഇന്ന് പരിശോധന? അവിടെ തന്നെ ഇന്ന് നോക്കി. ഇപ്പം ലോട്ട് ആയിട്ടുണ്ടല്ലേ, ഇപ്പോൾ പോയിട്ട് അവിടെ നോക്കുന്ന ഒരു ചാൻസ് ഉണ്ട്. അന്ന് ഇപ്പോൾ ഇറങ്ങും ഞങ്ങളിപ്പോൾ. ശരി.